4-5 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ ചുവന്ന നാടൻ ചെമ്പരത്തിയുടെ ഇലയുണ്ടല്ലോ, തളിരിലയാണെന്നുണ്ടെങ്കിലും അതും അതിൻ്റെ ചെമ്പരത്തിയുടെ മൊട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മൈലാഞ്ചി കുറച്ച് ഒരു പിടി അളവിൽ മൈലാഞ്ചി ഇതെല്ലാം എടുത്ത് നല്ല പോലെ തന്നെ 2-3 വട്ടം ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അങ്ങനെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. തലയിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ് കേട്ടോ. നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നത് മുടിയിൽ അഴുക്ക് പോകാനും എണ്ണമയം പോകാനൊക്കെ അല്ലേ. അതിന് പകരം നമ്മളിതുപോലൊരു താളി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ താരൻ പോവും, അതുപോലെ മുടിയിൽ അഴുക്ക് പോവും, എണ്ണമയം പോവും, അതുപോലെ മുടി നല്ല തിക്കോടുകൂടി വളരാനും താരൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും മൈലാഞ്ചി ചേർക്കുന്നതുകൊണ്ട് മുടിക്ക് നല്ല കളറ് വരാനും നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നരച്ച് തുടങ്ങുന്നതൊക്കെ തടയാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ഒരു താളി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് നല്ലോണം ഒന്ന് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആവാനും നല്ല തിക്കോട് കൂടി വളരാനും ഹെൽപ്പ് ആക്കും കേട്ടോ.